ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് നമുക്കവിടെ വിചാരിക്കാം. ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടായിരുന്നില്ലായിരുന്നു. എന്താണെന്നറിയില്ല, പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കിട്ടിയില്ല. പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വേണം നിർബന്ധമൊന്നുമില്ല. നേരത്തേക്ക് ഞാൻ ഒരുപാട് നൈറ്റ് ഡ്യൂട്ടികൾ ചെയ്യുമായിരുന്നു. ഞാൻ 12 നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഒറ്റയടിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ കുറേ ലീവും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടാറൊന്നുമില്ല. എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടിയാൽ ഞാൻ ചെയ്യുമെന്ന് മാത്രം. പക്ഷേ അത് പ്രീ പ്ലാൻഡ് ഒന്നും അല്ല കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ റെഡിയായി കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നഴ്സസ് ആയിട്ടുള്ളവർ, ഇവിടെ ഉള്ളവരുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവർക്കൊക്കെ കാണാമല്ലോ എങ്ങനെയാണ് ഇവിടുത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നൊക്കെ. നാട്ടിൽ അത്രയും സ്ട്രെസ്ഡ് ഒന്നും അല്ല കേട്ടോ ഇവിടെ. എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് നാട്ടിലത്തെക്കാളും ഒക്കെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ് ഇവിടെ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് കമ്പയർ ചെയ്യാം, ഇവിടെ ഉള്ളവർക്കും കമ്പയർ ചെയ്യാം. ഇവിടെ ഉള്ളവർക്കും നോക്കാം അവരുടെ ഡ്യൂട്ടി എങ്ങനെയാണ്, എൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇപ്പോൾ സമയം 8:25. ഇത് മിറർ ഇമേജ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. 8:25. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 9 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. സാധാരണ ഞാൻ നടന്നാണ് പോകാറ്. അപ്പോൾ എനിക്കൊരു 15 മിനിറ്റ് സമയം എടുക്കും. പക്ഷേ ഇന്ന് ഞാൻ കാറിനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഏകദേശം 5 മിനിറ്റ് എടുക്കത്തുള്ളൂ, പെട്ടെന്ന് പോകാൻ പറ്റും. ഞാൻ 9 മണിക്കൊക്കെ കുറച്ച് മുന്നേ, ഒരു 5, 6, 7, 10 മിനിറ്റൊക്കെ മുന്നേ ഒക്കെ ചില ദിവസങ്ങളൊക്കെ ചെല്ലാറുണ്ട്. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ. എനിക്കിങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ പോയിട്ട് സംസാരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നഴ്സിന് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ മുടി അങ്ങനെ കെട്ടിയിട്ട് പോകണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, മാലയിടാൻ പാടില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ നിയമമൊന്നുമില്ല. ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ ഇരുത്തുന്ന പോലെയാണ് ഓരോരുത്തരും മുടിയൊക്കെ ആയിട്ട് വരുന്നത്. എന്നുവെച്ചാൽ പിങ്ക് കളർ, നീല കളറൊക്കെ മുടിയൊക്കെ ആയിട്ട് അഴിച്ചിട്ട് കുറേ പിയേഴ്സിംഗ് ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ആരെയും ജഡ്ജ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് പോവാറ്. കാരണം എന്ന് വെച്ചാൽ എനിക്കിതാണ് കംഫർട്ടബിൾ. ഇതാകുമ്പം എനിക്ക് അങ്ങനെ ഒന്നും മുന്നോട്ട് വരുമോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ടൈറ്റായിട്ട് കെട്ടിയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ആരും വിചാരിക്കരുത് നാട്ടിലത്തെ പോലെ ആയതുകൊണ്ടാണ് ഇവിടെ ഞാനിങ്ങനെ പോകുന്നതെന്ന് ആരും വിചാരിക്കരുത്. ഞാനിങ്ങനെ, ഇതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. പിന്നെ ഞാൻ പോകുമ്പോൾ ഒരു ബാഗ് കൊണ്ടുപോകും. ബാഗിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ആകെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നുമില്ല. ഞാൻ കൊണ്ടുപോകുന്ന ഒരു ചാർജറും എൻ്റെ ID കാർഡും എൻ്റെ ഫോണും മാത്രമാണ്. വേറെ ഒരു സാധനങ്ങളും ഞാൻ കൊണ്ടുപോകാറില്ല. പിന്നെ വീടിൻ്റെ താക്കോലും. നമ്മൾ താക്കോൽ ഇല്ലാണ്ട് പോയാൽ പിന്നെ നമുക്ക് കയറാൻ പാടാണ്. അതുകൊണ്ട് വീടിൻ്റെ താക്കോലും കൊണ്ടുപോകും. വേറെ ഒന്നും ഞാൻ കൊണ്ടുപോകാറില്ല. 9 മണി തൊട്ട് 6 മണി വരെയാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജോലിയുടെ സമയം 9 മണിക്ക് നമ്മൾ ഇവിടെ യൂബർ ഗാബേ എന്നാണ് പറയണത്, നമ്മൾ ഓവർ കൊടുക്കുന്ന പരിപാടിക്ക്. അപ്പം ഈവനിങ് ഡ്യൂട്ടിക്കാർ അവിടെ ഉണ്ടാവും. നമ്മൾ ചെന്നിട്ട് 9 മണിക്ക് ഈ ഓവർ എടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം അവർ പോവും. പിന്നെ നമ്മളാണ് ജോലി ചെയ്യുന്നത്. നോർമലി ഞങ്ങൾക്ക് 2 ആൾക്കാരാണ്, 2 പേരാണ് നമുക്ക് ജോലി ചെയ്യുന്നത്. ഒരാൾ നേഴ്സായിരിക്കും, ഒരാൾ ഹെൽപ്പറായിരിക്കും, അല്ലെങ്കിൽ ഷൂളറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ 2 പേരായിട്ടാണ് നമ്മൾ ചെയ്യുക. മാക്സിമം നമുക്ക് ഒന്നെങ്കിൽ 24 പേഷ്യൻസ് അല്ലെങ്കിൽ 26 പേഷ്യൻസ് ആയിട്ട്, മാക്സിമം 27 പേഷ്യൻസ് അത്രയൊക്കെ വരാറുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഇന്നറെ സക്സിയോൺ എന്നാണ് പറയണത്. എന്ന് വെച്ചാൽ മെഡിക്കൽ വാർഡാണ്. അവിടെ മോണിറ്ററൊക്കെ ആയിട്ട് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആൾക്കാരൊക്കെയാണ് ഉള്ളത്, അല്ലാത്തവരും ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ജോലിയുടെ ഇൻഫർമേഷൻ. പിന്നെ 6 മണി ആകുമ്പോഴത്തേക്ക് മോർണിംഗ് ഡ്യൂട്ടിക്കാർ വരും. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്കാർ 6 മണിക്ക് ഓവർ കൊടുത്തതിന് ശേഷം ഒരു 6:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്. ഞാൻ നോക്കിയില്ല, ഞാൻ ആദ്യം നോക്കിയ സമയത്ത് 6 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ജാക്കറ്റും കോട്ടൊക്കെ ഇട്ട് പോകണം. തണുപ്പായുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട്, നാട്ടിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് പോണേ. ശരിക്കും ഇത്രയും വലിയ ഷാലിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും രാവിലെ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. നമ്മൾ ഒന്നാമതേ ചൂടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ഞങ്ങൾക്കാണ് ഒരു ചെറിയ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വെറുതെ സിക്ക് ലീവ് ആവേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ. ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൂമിൽ പോകാം. ചേഞ്ച് ചെയ്ത സ്ഥലത്ത് ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലിഫ്റ്റിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. 2ാമത്തെ നിലയിലാണ് എൻ്റെ ടാക്സിയോൺ. അപ്പം ഞാൻ അങ്ങോട്ട് പോവാണ്. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കുമെന്ന് നമുക്കങ്ങോട്ട് വിചാരിക്കാം. എനിക്കൊരു പേപ്പറുണ്ട്, ഞാനിതിലിങ്ങനെ എഴുതി വയ്ക്കും എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഇവിടെ 9:40 ആയി.
9:30 ആയപ്പം ഓവർ കഴിഞ്ഞായിരുന്നു കേട്ടോ. 9 മണിക്ക് തുടങ്ങി 9:30 ആയപ്പോഴത്തേക്ക് ഓവർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവർ പോയി. ഇനിയിപ്പം ഞങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് റൗണ്ട്സ് പോലെ പേഷ്യൻ്റ് സൈഡിൽ പോവും. അത് കഴിഞ്ഞിട്ട് വേണ്ട മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്തതിന് ശേഷം പിന്നെ നാളത്തേക്ക് എല്ലാ പേഷ്യൻസിനും വേണ്ട മെഡിസിൻസ് നമ്മൾ എടുത്ത് വെക്കണം. ഇന്ന് എൻ്റെ കൂടെ ഒരു ആളും കൂടി ഉണ്ട്. ആൾ INR വൈറ്റും കൂടി നിൽക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂസ് പ്രൂഫും ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ആളുടെ ആദ്യത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ വേണം കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. പിന്നെ വെച്ചാൽ നാളത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്സുകളും കാര്യങ്ങളും ഒക്കെ മെഡിസിൻസൊക്കെ നമ്മളാണ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. പക്ഷേ എൻ്റെ കൊളീഗ് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിൽ പോയത്. ആൾ എനിക്കൊരു ഹെൽപ്പ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെയ്ത് വെച്ചത്. കാരണം പുതിയതായിട്ടൊരാൾ ഇന്ന് വന്ന് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് 23 പേഷ്യൻസ് ഉണ്ട്. അതിൽ മോണിറ്ററുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ട്, പിന്നെ കിടന്ന് കിടപ്പ് എടുക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വർക്ക് കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആളിതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയത്. അങ്ങനെ സ്നേഹമുള്ള ആളുകളുണ്ട് കേട്ടോ. അവൾ ജർമ്മൻകാരിയായിരുന്നു. അവൾ എനിക്ക് ചെയ്തു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അവർക്കും പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. അവളും എനിക്ക് തിരിച്ച് ചെയ്ത് തരും. ഞാൻ എൻ്റെ കൂടെയുള്ള ആളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കാരണം ഇപ്പോൾ നമുക്ക് മോർണിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിക്കാൻ സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വേറൊരു പേഷ്യൻ്റ് വന്നു. പേഷ്യൻ്റെ കൂടെയുള്ള ആൾ താഴെ വീട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും എൻ്റെ കൂടെയുള്ള ആളും ഈ പേഷ്യൻറ്റും കൂടെ കൂടിയിട്ട് ആ കിടന്ന പേഷ്യൻറ്റിനെ തിരിച്ച് ബെഡിൽ കയറ്റി കിടത്തി. എന്നിട്ട് ഞാൻ ഡോക്ടറിനെ ഇൻഫോം ചെയ്തു. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റുഡ്സ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു പേഷ്യൻ്റ് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എഴുതണം, ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അതിനി എങ്ങനെയാണ് എഴുതുന്നതെന്ന് എനിക്ക് അവളെ കാണിച്ചു കൊടുക്കണം. ഞങ്ങൾ ഇതുവരെ ആദ്യത്തെ ആ ഒരു റൗണ്ട്സിന് പോയിട്ടില്ല, ഇനി വേണം പോകാനായിട്ട്. ഞാൻ നോർമലി എൻ്റെ ആദ്യത്തെ ഒരു റൗണ്ട്സിന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വാഗൺ കൂട്ടത്തിൽ കൊണ്ടുപോകും. ഷ്ലാഫ് ടാബ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്ക ഗുളികയാണ്. ആർക്കെങ്കിലുമൊക്കെ ഉറങ്ങാൻ മരുന്ന് വേണം, ആരെങ്കിലും ഉറക്കം ഉണർന്നിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പോൾ ഇവിടെ സമയം പിന്നെയെന്ന് വെച്ചാൽ രാത്രിയിലെ പേഷ്യൻസിന് ഇൻസുലിൻ, ലാങ്സൈറ്റ് ഇൻസുലിൻ എന്ന് പറയും, ഇൻസുലിൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് ചെക്ക് ചെയ്ത് ഇൻസുലിൻ കൊടുക്കണം. പിന്നെ ഈ കാണുന്ന ഒരു ബാറ്ററിയാണ് ഇവിടെ ടെലിമെട്രി എന്ന് പറയും. അപ്പോൾ അത് പിന്നെ ആർക്കെങ്കിലും സെൻട്രൽ വെയിൻ കത്തീറ്റർ പോകുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് പോകണം. അപ്പം അതും കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു വാഗണായിട്ടാണ് ഞാൻ പോണത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇവിടെ ജർമ്മനിയിലെ ഡാറ്റൻ ഷൂട്ട്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരാളുടെ ഡേറ്റാസ് ഒന്നും നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ല. അതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് വേണം കളയാനായിട്ട്. ഇത് പേഷ്യൻറ്റിൻ്റെ മെഡിസിൻ വയ്ക്കുന്ന ഡിസ്പെൻസറാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ തുറക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് ഇവിടെ പേഷ്യൻസിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ 2 സാധനങ്ങളും നമ്മൾ വേസ്റ്റിൽ കളയുമ്പം ശ്രദ്ധിച്ച് വേണം കളയാനായിട്ട്. ഈ ഒരു ഭാഗം നമ്മൾ ഡാറ്റൻ ഷൂട്ട്സിൻ്റെ ഇടുന്ന സ്ഥലത്തും ഈ ഒരു ഭാഗം നമുക്ക് ചുമ്മാ കളയാം കേട്ടോ. ചുമ്മാ നമ്മൾ നോർമൽ വേസ്റ്റ് കളയുന്ന പോലെ കളയാം. ഞാനിത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അതിലിട്ടു. ഇനി ഈ സാധനം കൊണ്ടുപോയിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡാറ്റൻ ഷൂട്ട്സിൻ്റെ സാധനം ഇടുന്ന സ്ഥലത്താണ് കളയുക. ഇതാണ് ഇവിടുത്തെ ഡാറ്റൻ ഷൂട്ട്സുള്ള വെച്ചാൽ ഡേറ്റാസ് ഉള്ള സാധനങ്ങൾ കളയേണ്ടത്. വെച്ചാൽ പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മളിവിടെ കളയാൻ പാടുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കളഞ്ഞ് കഴിയുമ്പോൾ അത് അതിൻ്റെ ആൾ വന്നിട്ട് കൊണ്ടുപോയി ഇത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്ത് കളയും. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇത് 23 പേഷ്യൻസിന് മെഡിസിൻസ് എടുത്ത് വെക്കേണ്ട ഡിസ്പെൻസറുകളാണ്. ഇത് ഞാൻ ഇന്ന് മെഡിസിൻ എടുത്ത് വെക്കണം ഈ നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത്. അതുപോലെ എല്ലാ പേഷ്യൻസിനും ഉള്ള ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഞാനിന്ന് എടുത്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ സമയം 23:04 എന്ന് പറയുമ്പോൾ 11 മണി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മൾ പോണത്. എല്ലാം കറക്റ്റ് നമ്മൾ സ്പീഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് രാത്രിയിലൊക്കെ ആരെങ്കിലും ഏതെങ്കിലും പുതിയ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പറയാൻ പറ്റില്ല. അപ്പം ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കാരണം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടായാൽ നമ്മൾ അതിന് വേണ്ടി എക്സ്ട്രാ സമയം മാറ്റി വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പണികളും നേരത്തെ തീർത്ത് വയ്ക്കാറുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇരുന്നാലും പ്രശ്നമില്ല. നമുക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ പുറകോട്ടായി പോകില്ലേ. ഇതാണ് ഇവിടുത്തെ പേഷ്യൻ്റ് വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ബെല്ലടിക്കുന്ന സൗകര്യം. ആദ്യമേ ഞാൻ കാണിച്ചില്ലേ നമ്മുടെ സമയം, ആ സമയം എഴുതി കാണിച്ച ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിങ്ങനെ എഴുതി കാണിക്കുന്നത്. അപ്പം 211 പേഷ്യൻ്റ് നമ്മളെ ആവശ്യമുണ്ട് വിളിക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഒരു മോണിറ്ററുണ്ട്. ഇത് കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് നമുക്കിവിടെ സ്ഥലത്ത് വന്ന് നമുക്ക് പേഷ്യൻസിൻ്റെ മെഡിസിൻസൊക്കെ എടുത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണിത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതെന്നേക്കാൾ എത്ര വലുതാണല്ലേ. പക്ഷേ നമുക്ക് താഴോട്ട് താത്താട്ടോ, ഇങ്ങനെ താന്ന് വരും. ഇവിടെ ജർമ്മൻസൊക്കെ ഭയങ്കര വലിയ ആൾക്കാരല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ സൈസിനുള്ള സാധനം.
ഇവിടുത്തെ നൈറ്റ് ഡ്യൂട്ടി റൊട്ടീനിൽ നമ്മൾ 3 പ്രാവശ്യമാണ് റൗണ്ട്സിന് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമേ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴും പിന്നെ ഒരു 1 മണിയാകുമ്പോഴും പിന്നെ അവസാനമായിട്ടും പേഷ്യൻസിൻ്റെ റൂമിൽ പോയിട്ട് അവർക്ക് എങ്ങനെയുണ്ട്, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കണം. ഉറങ്ങുന്നവർ ഉറങ്ങും, ഇൻ കേസ് പേഷ്യൻസിൻ്റെ പൊസിഷൻ മാറണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കും. അങ്ങനെ നോർമലി ഞാനങ്ങനെ ചായ ഒന്നും കുടിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ട് ഞാനിപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഒരു ടീ ബാഗ്. അങ്ങ് പോളണ്ടിൽ നിന്ന് വന്നേക്കുന്ന ഒരു ടീ ബാഗാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പോളണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പോൾ ആൾ വന്നപ്പം എനിക്ക് കൊണ്ടു തന്നതാണ്. അത് ഞാൻ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ കുടിക്കാറുണ്ട്. തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര തൊണ്ടവേദനയാണ്. അപ്പോൾ അത് കാരണം ഇത് കുടിക്കുവാണെങ്കിൽ നല്ലതാണല്ലോ, നല്ല ടേസ്റ്റൊക്കെയാണ്. നമ്മളിവിടുത്തെ നോർമൽ മോർണിംഗ് ഡ്യൂട്ടി, ഈവനിങ് ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും 30 മിനിറ്റ് ബ്രേക്കുണ്ട്. ബ്രേക്കിനിവിടെ പൗസേന്നാണ് പറയണേ. നമുക്കുണ്ടാവുന്ന സമയവും ആവശ്യകതയൊക്കെ അനുസരിച്ച് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനങ്ങനെ ഫുഡൊന്നും കൊണ്ടുപോകാറില്ല. പിന്നെ ഞാൻ കഴിക്കുന്നത് വളരെ റെയറായിട്ട് ഞാനങ്ങനെ കഴിക്കാറുള്ളൂ, ഈ ബ്രെഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇന്നത്തെ ഒരു നൈറ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായ പോയ ഒരു നൈറ്റ് ഡ്യൂട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വളരെ സമാധാനപരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാനിങ്ങനെയല്ല എക്സ്പെക്റ്റ് ചെയ്തായിരുന്നത്. ഇവിടെ ഇപ്പോൾ സമയം 4:15 4:30 ആകുമ്പോഴത്തേക്കും പോകും. ഒന്നും കൂടെ ഒരു 3 പ്രാവശ്യം വേണം നമ്മൾ ഒരു റൗണ്ട്സ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 3ാമത്തേതിൽ നമ്മൾ പോവും. അവിടെ വാഗണിൽ നിങ്ങൾക്ക് കാണാം, അവിടെ മോർണിംഗ് ഡ്യൂട്ടിക്കാർക്കുള്ള മെഡിസിൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കൂടെയുള്ള ആളും കൂടെ കൂടിയിട്ടാണ് ചെയ്തത്. അവൾ ആദ്യമായിട്ടാണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് വേറെ രാജ്യത്തു നിന്ന് വന്നിരിക്കുന്ന ആളാണ്. ആളും കുറേ കാര്യങ്ങൾ പഠിച്ചു, പിന്നെ ഞാനും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നല്ലതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. ആകെ തുടക്കം മോശമായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്കും മോർണിംഗ് ഡ്യൂട്ടിക്കാർ വരും. അതിനുശേഷം ഓവർ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. എനിക്ക് ഇന്നും കൂടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഇതൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. മോർണിംഗ് ഡ്യൂട്ടിക്കാർക്കുള്ളതാണ് എല്ലാ സാധനങ്ങളും. ഇനി ഞങ്ങൾ അവസാനത്തെ റൗണ്ട്സ് കഴിഞ്ഞ് കഴിയുമ്പം ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് വെക്കും. ഇതിനകത്ത് ഓരോ സാധനത്തിൻ്റെ അകത്തും ഇരിക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. ഞാനെന്നാൽ പിന്നെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അവസാനത്തെ റൗണ്ട്സിന് പോയിട്ട് പിന്നെ ഓവർ കൊടുത്തിട്ട് ഇറങ്ങാതെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റൊട്ടീൻ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം ഇത് എടുത്തതിന് ശേഷം ഞാൻ ജോലി അടുത്തത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ജർമ്മനിക്ക് വരാൻ ആഗ്രഹിക്കുന്ന നഴ്സസ് ആരെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് കാണാം. അവരുടെ ജോലി സ്ഥലമായിട്ട് അവർക്ക് കമ്പയർ ചെയ്യാം എങ്ങനെയാണെന്നുള്ള കാര്യം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാനും നാട്ടിൽ അങ്ങനെ ജോലി ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അറിയാലോ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ. പിന്നെ ഇങ്ങനെയെന്ന് എല്ലാവർക്കും ആയിരിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ ജർമ്മനി തന്നെ വർക്ക് ചെയ്യുന്ന പലവർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പോൾ അവർക്കും കമ്പയർ ചെയ്യാം, എല്ലാവർക്കും കാണാം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു നൈറ്റ് ഡ്യൂട്ടിയുടെ ഒരു റൊട്ടീൻ അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുക. പിന്നെ നമ്മൾ ഫുള്ളായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്മിഷനും കാര്യങ്ങളും ഒന്നും വന്നില്ല കേട്ടോ. അതും എളുപ്പമായിരുന്നു. കാരണം അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണമല്ലോ, അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.